ഇപ്പൊ കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരികയാണ്. ജയിൽ ഉദ്യോഗസ്ഥന് നേരെ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നു. പോക്സോ കേസ് പ്രതിയാണ് ജയിൽ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തത്, ആക്രമിച്ചത് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കണ്ണൂർ ജയിൽ നമുക്കറിയാം, ഈ കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് ഭയങ്കര കുപ്രസിദ്ധി നേടിയ ഒരു ജയിലാണ്. കണ്ണൂർ ജയിലിലേക്ക് പോകാനായി കുറ്റവാളികൾ തിടുക്കം കൂട്ടുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഈ നടിയെ ആക്രമിച്ച കേസിലെ ആ പ്രതി ശിക്ഷാവിധിയോടടുത്ത സമയത്ത് എന്തൊക്കെയാണ് അവസാനമായി പറയാനുള്ളത്? കുറേ പേർ പറഞ്ഞു തങ്ങളുടെ അമ്മ വയ്യാതിരിക്കുകയാണ്, പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്, അതുകൊണ്ട് വെറുതെ വിടണം, അതേപോലെ ഈ ശിക്ഷാവിധി ഒന്ന് കുറയ്ക്കണം, കൂടുതൽ ശിക്ഷ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെയായിരുന്നു കൂടുതൽ പ്രതികളും പറഞ്ഞതെങ്കിലും അതിലൊരു പ്രതി പറഞ്ഞത് തൻ്റെ വീട് തലശ്ശേരിയാണ്, തന്നെ കണ്ണൂർ ജയിലിലേക്ക് വിട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ ആ കണ്ണൂർ ജയിലിൻ്റെ കുപ്രസിദ്ധി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആ കണ്ണൂർ ജയിലിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരികയാണ്. അവിടുത്തെ പ്രതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യതലത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഈ തിഹാർ ജയിലൊക്കെ പറയപ്പെടുന്ന പോലെയാണ് ഈ കണ്ണൂർ ജയിലിലേക്ക് വരുമ്പോൾ. കേരളത്തിൽ രാജ്യത്ത് തിഹാർ ജയിൽ എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിൽ കണ്ണൂർ ജയിൽ. നമ്മുടെ ഗോവിന്ദസ്വാമിയൊക്കെ കിടക്കുന്ന ജയിലാണ്. അവിടുന്ന് ചാടിപ്പോകാനൊക്കെ നോക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി വാർത്തകൾ ഈ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളൊക്കെ കുറേയൊക്കെ പുറത്തു വരാത്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അങ്ങനത്തെ വിവരങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ ഒരു പോക്സോ കേസ് തടവുകാരൻ ഒരു പോലീസുകാരനെ ആക്രമിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെയാണ് ആക്രമിച്ചത്. എന്താണ് കാരണമെന്നുള്ളത് അറിയില്ല. ഈ പ്രതികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ചിലപ്പോൾ നടത്തി കൊടുക്കാത്തതാണോ, ആരാണ് ഇതിലെ തെറ്റുകാരൻ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വെറുതെ ഒരു ആക്രമണമായിരുന്നു. വെറുതെ ഒരു ആക്രമണമാണെങ്കിൽ ആ പോക്സോ കേസ് തടവുകാരന് വേണ്ടത് കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസുകാരെ ആക്രമിച്ചാലുള്ള സ്ഥിതി, അതും ജയിലിൽ എന്താകുമെന്നുള്ളതൊക്കെ പിന്നീട് നമ്മളത് വ്യക്തമാകാറില്ല. എന്നാലും അതൊക്കെ അത് ആ നടപടിക്ക് അങ്ങനെ നടക്കും. ഇപ്പോൾ കണ്ണൂർ ജയിലിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥന് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നു. അതും വെറും ഒരു ഉദ്യോഗസ്ഥനല്ല, അസിസ്റ്റന്റ് സൂപ്രണ്ടാണ്. ഈ ജയിലിൻ്റെ പരമാധികാരി അല്ലെങ്കിൽ ഒരു ജയിലിൻ്റെ രണ്ടാമത്തെ പരമാധികാരിയാണ് അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്നതൊക്കെ. ഇപ്പോൾ ഒരു പോക്സോ കേസ് പ്രതി കണ്ണൂർ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ്. ഒരു ആക്രമണം ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന് വലിയ പരിക്കുകളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജയിലിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടാവുക എന്നുള്ളത് വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് കൊടും കുറ്റവാളികൾ ഒക്കെയാണ്. അപ്പോൾ ഈ കുറ്റവാളികൾ എത്തരത്തിൽ വേണമെങ്കിലും പെരുമാറാം. ഇപ്പോൾ അതിനനുസരിച്ച് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ആ കുറ്റവാളിയൊക്കെ പിടിച്ച് മാറ്റി കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ് ഈ അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ തടവുകാരനെ സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങളൊക്കെ കിട്ടേണ്ടിയിരിക്കുന്നു. നിലവിൽ കണ്ണൂർ ജയിലിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വാർത്ത ലഭിക്കുകയാണ്. പോക്സോ കേസ് തടവുകാരൻ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്.